നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഉറുകുന്ന ജംഗ്ഷന് സമീപം വനഭൂമി കയ്യേറി വ്യാപാര സമുച്ചയം നിർമ്മിച്ചെന്ന് പരാതി. ഉന്നതരുടെ ഇടപെടൽ മൂലം വനം വകുപ്പ് മൌനം പാലിക്കുന്നു. കയ്യേറ്റത്തെ അനുകൂലിച്ച് കോൺഗ്രസ്. ലോങ് മാർച്ചിനെ സ്വീകരിക്കാൻ പുനലൂർ ഒരുങ്ങി. ഞായറാഴ്ച വൈകിട്ട് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ KSU SFI സംഘർഷം. 4 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ഉറുകുന്ന ജംഗ്ഷന് സമീപം വനഭൂമി കയ്യേറി വ്യാപാര സമുച്ചയം നിർമ്മിച്ചതായി പരാതി. കയ്യേറ്റത്തിനെതിരെ വനംവകുപ്പ് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. വനംവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇതിലുണ്ടെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഉറുകുന്ന ജംഗ്ഷനിൽ ഗുരുമന്ദിരത്തിന് സമീപവാസി നിർമ്മിച്ചിരിക്കുന്ന വ്യാപാര സമുച്ചയമാണ് വിവാദത്തിലായിരിക്കുന്നത്. വനഭൂമി കയ്യേറിയാണ് വ്യാപാര സമുച്ചയം നിർമ്മിച്ചതെന്ന ആക്ഷേപം ഉയരുന്നു. നിരവധി പ്രക്ഷോഭങ്ങളെ തുടർന്ന് പണി നിർത്തിയിട്ടിരുന്ന വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണം അടുത്തിടെയാണ് പൂർത്തീകരിച്ചത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ വനം വകുപ്പ് ഇയാളിൽ നിന്നും 1500 രൂപ പിഴ ഈടാക്കിയതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഇത് ഈ സ്ഥലം വനഭൂമി തന്നെയെന്ന് ഉറപ്പിക്കുന്നതാണ്. എന്നാൽ തുടർന്ന് നിർമ്മാണവുമായി പ്രദേശവാസി മുന്നോട്ടു പോവുകയായിരുന്നു. ഇതിനെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. വനംവകുപ്പിലെയും രാഷ്ട്രീയത്തിലെയും ചില ഉന്നതരുടെ സ്വാധീനത്താലാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന ആക്ഷേപം ശക്തമാണ്. വനഭൂമിയിലെ കെട്ടിട നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് കോടതിയെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ A. ജോസഫ് മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. വനംവകുപ്പിനകത്ത് നിൽക്കുന്ന കെട്ടിടത്തിനകത്ത് ഇപ്പോൾ നിലവിൽ പഞ്ചായത്തിന് നമ്പർ കൊടുക്കുന്നതിനകത്ത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കയ്യേറ്റപ്പെട്ടിട്ടുള്ള സർക്കാർ ഭൂമികൾ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം നാടെങ്ങും ഉയരുന്ന സാഹചര്യത്തിലാണ് വനം മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ കയ്യേറ്റം നടക്കുന്നത്. ലൈവ് വാർത്ത തെന്മല. എന്നാൽ കയ്യേറ്റത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഉറുകുന്നിൽ 1960 മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കയ്യേറ്റങ്ങളാണിതെന്നും ഇത് ഒഴിപ്പിക്കാനുള്ള ശ്രമം വൻ ജനകീയ സമരങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് R. സുഗതൻ പറഞ്ഞു. ഉറുകുന്നിൽ വിവാദ കെട്ടിടമുയർന്ന പ്രദേശത്ത് കയ്യേറ്റങ്ങൾ പതിവാണെന്നും 1960 മുമ്പുണ്ടായ കയ്യേറ്റങ്ങളാണ് ഇതെന്നും കോൺഗ്രസ് തെന്മല മണ്ഡലം പ്രസിഡന്റ് R. സുഗതൻ പറഞ്ഞു. 1960 മുതൽ ഉറുകുന്ന ജംഗ്ഷനിലെ ഗുരുമന്ദിരം മുതൽ അങ്ങോട്ടുള്ള 150 മീറ്ററോളം സ്ഥലത്ത് ഹൈവേയുടെ സ്ഥലവും നാഷണൽ ഹൈവേയുടെ സ്ഥലവും കൂടെ ചേർന്നുള്ള സ്ഥലത്ത് 1960 മുതൽക്ക് തന്നെ കച്ചവടക്കാരും താമസക്കാരുമായി അധികം ഭൂമികൾ കയ്യേറി കടകളും വീടുകളും വെച്ച് താമസിച്ച് കച്ചവടം ചെയ്തു വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. ദേശീയപാതയുടെയും വനംവകുപ്പിന്റെയും ഭൂമി കയ്യേറി പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ടെന്നും R. സുഗതൻ പറഞ്ഞു. അതിലിപ്പോ പല പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. ഈ കയ്യേറ്റക്കാരെന്ന് പറയുന്നവരിൽ CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും മിക്ക പാർട്ടികളുടെ പാർട്ടി ഓഫീസായി ഇരിക്കുന്ന സ്ഥലങ്ങൾ പോലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പെടുന്നതാണ്. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്കാവും വഴിയൊരുക്കുകയെന്നും സുഗതൻ മുന്നറിയിപ്പ് നൽകി. അതിന് ഇപ്പം ഒരു വ്യക്തിയെ മാത്രം ഒഴിപ്പിക്കാനോ നടപടി സ്വീകരിക്കാനോ പോയാൽ ബാക്കിയുള്ള മുഴുവൻ പേരെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇത്രയും കാലം 1960 മുതൽ കൈവശം വെച്ചും വീട് വെച്ചും വൈദ്യുതി കണക്ഷൻ എടുത്തും കച്ചവടം ചെയ്തും നടക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ്. അത് അങ്ങനെ വന്നാൽ ഒരു ജനകീയ പ്രക്ഷോഭത്തെ തന്നെ നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് പറയുന്നത്. ലൈവ് വാർത്ത തെന്മല. പത്തനാപുരം ഗാന്ധിഭവനും ശ്രീ സത്യസായി സേവാസമിതിയും ചേർന്ന് ഗാന്ധിഭവനിൽ വരയും ചിരിയും എന്ന പരിപാടി സംഘടിപ്പിക്കും. ചടങ്ങ് സംസ്ഥാന സത്യസായി ബാലവികാസ് കോർഡിനേറ്റർ പ്രീത സതീഷ് നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സംസ്ഥാന സത്യസായി ബാലവികാസ് കോർഡിനേറ്റർ പ്രീത സന്തോഷ് നിർവഹിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന യോഗം കാർട്ടൂണിസ്റ്റ് R. ഹരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരയും ചിരിയും എന്നുള്ള ക്ലാസിനോടുകൂടി കുട്ടികളുടെ ചിത്രകല ക്യാമ്പും അതുപോലെ തന്നെ ഫോക്ക് സോങ്സിന്റെ പ്രോഗ്രാമുമായിട്ട് ഈ 16/7/2011 ഞായറാഴ്ച രാവിലെ 9 മുതൽ 4 മണി വരെ നടക്കുകയാണ്. അതിൽ ചിത്രകലാ ക്യാമ്പ് നടത്തുന്നത് ശ്രീ R. ഹരി കാർട്ടൂണിസ്റ്റ്. അതുപോലെ തന്നെ ഫോക്ക് സോങ്സ് അവതരിപ്പിക്കുന്നത് ശ്രീമതി ഷൈല K. ഹെഡ് മിസ്ട്രസ് ഗവൺമെന്റ് വെൽഫെയർ LPS കാരിയർ.
സത്യസായി സേവാസമിതി പ്രവർത്തകരായ അഡ്വക്കേറ്റ് AC വിജയകുമാർ, രവീന്ദ്രൻ നായർ, ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ PS അമൽരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി R ഭുവനചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. വാർഡ് സഭയുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനായി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നാടകം അവതരിപ്പിച്ചു. പുനലൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഓമനക്കുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിലെ ഒത്തിരി പേർക്ക് അക്ഷരമോദിക്കൊടുത്തൊരു മാഷാണ് ഞാൻ. മറ്റേതൊരു ഗ്രാമത്തിലെന്ന പോലെ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലും ധാരാളം വയലേലകൾ ഉണ്ടായിരുന്നു. നമ്മുടെ പാടങ്ങളെല്ലാം നശിച്ചു. പാടങ്ങളായി തന്നെ കൃഷികൾ ചെയ്യാതെ ഉള്ള പാടങ്ങൾ നികത്തി അല്ലെങ്കിൽ നശിച്ചു. ധാരാളം കുളങ്ങളും നീരുറവകളും ഉള്ളതായിരുന്നു ഈ ഗ്രാമം. ഇപ്പോ കുളങ്ങളൊക്കെ വച്ചു വരണ്ടു, അല്ലെങ്കിൽ മലിനമായി. എന്റെ ഗ്രാമം വരണ്ടുണങ്ങുകയാണ്. തദ്ദേശമിത്രത്തിന്റെ പേരിൽ ഒരു ഗ്രാമത്തിന്റെ കഥ എന്ന നാടകമാണ് ജനമൈത്രി പോലീസ് അവതരിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു നാടകം അരങ്ങേറിയത്. പുനലൂർ നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. K ലത്തീഫ്, ജോർജ് കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ചിനെ സ്വീകരിക്കാൻ പുനലൂരിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ലോങ് മാർച്ചിന് ഞായറാഴ്ച വൈകിട്ടാണ് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സ്വീകരണം നൽകുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പുനലൂരിലും കൊല്ലത്ത് മാത്രമാണ് ലോങ് മാർച്ചിന് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് പുനലൂർ മാർക്കറ്റ് മൈതാനിയിൽ ലോങ് മാർച്ചിന് സ്വീകരണം നൽകുന്നത്. ലോങ് മാർച്ചിൽ കനയ്യകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. AIYF ASF ദേശീയ ഭാരവാഹികളെയും കനയ്യകുമാറിനെയും TB ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി സ്വീകരിച്ചാണ് സ്വീകരണവേദിയിലെത്തിക്കുന്നത്. തുടർന്ന് നടക്കുന്ന യോഗം CPI ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ C അജയപ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനാകും. ലോങ് മാർച്ചിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പുനലൂരിൽ അവസാന ഘട്ടത്തിലാണ്. ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം പട്ടണത്തിൽ ഫ്ലെക്സുകളും തോരണങ്ങളും നിറഞ്ഞു കഴിഞ്ഞു. കനയ്യകുമാറിന്റെ പ്രസംഗത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. AIYF ദേശീയ പ്രസിഡന്റ് അഫ്താഫ് ആലംഖാൻ, AIYF ദേശീയ ജനറൽ സെക്രട്ടറി R തിരുമലൈ, AISF ദേശീയ പ്രസിഡന്റ് വലിയുള്ള ഖാദിരി, AISF ദേശീയ ജനറൽ സെക്രട്ടറി വിശ്വജിത് കുമാർ എന്നിവരാണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു, വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ MLA, AIYF ദേശീയ സെക്രട്ടറി K രാജൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് N അനിരുദ്ധൻ, മുൻ MLAയും CPI സംസ്ഥാന കൌൺസിൽ അംഗവുമായ PS സുബാൽ, സംസ്ഥാന പ്രസിഡന്റ് R സജിലാൽ, AIYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ, സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് തുടങ്ങിയവർ സംസാരിക്കും. ജൂലൈ 15-ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് സെപ്റ്റംബർ 12-ന് പഞ്ചാബിലെ ഹുസൈനിവാലയിൽ സമാപിക്കും. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ KSU SFI സംഘർഷം, 4 പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ പരിക്കേറ്റ KSU ജനറൽ സെക്രട്ടറി പനംതോട്ടത്തിൽ വീട്ടിൽ യദു കൃഷ്ണനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പട്ടാഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അനന്തു പട്ടാഴി, SFI പ്രവർത്തകരായ അനന്തു G നായർ, അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഇവിടെ സമാധാനപരമായി സംഘടനാ പ്രവർത്തനം നടത്താൻ ചെന്ന KSU ജില്ലാ ജനറൽ സെക്രട്ടറി യദു കൃഷ്ണനെ പത്തനാപുരത്ത് നിന്ന് സംഘടിച്ചെത്തിയ ഒരു സംഘം ഗുണ്ടകൾ, അത് SFIയുടെയും DYFIയുടെയും പ്രധാന പോസ്റ്റ് വഹിക്കുന്ന ഗുണ്ടകൾ ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി തപസ്സരിക്കാൻ പത്തനാപുരത്ത് സാധിക്കുകയില്ല. KSUവിന്റെ യൂണിറ്റ് ഉദ്ഘാടനവും കൊടിമരം സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് കോളേജിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അപ്പോഴേക്കും സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് അക്രമം നടത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അക്രമത്തിൽ യദുകൃഷ്ണന്റെ കാലിനും തലയ്ക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ യദുകൃഷ്ണനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. അനന്തു പട്ടാഴിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാക്കിയുള്ളവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ KSU പ്രവർത്തകർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് SFI ആരോപിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം കോളേജ് പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ലൈവ് വാർത്ത പത്തനാപുരം.
നടിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാ നടൻ ദിലീപിന്റെ കാട്ടാളത്തത്തിനെതിരെ പുനലൂരിൽ പ്രതിഷേധ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രമുഖ ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. CB വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പ്രശസ്ത ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയല്ല ഇവിടെ, ഒരു സ്ത്രീക്കും മാത്രം വേണ്ടിയല്ല ഇവിടെ. അക്രമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല. വർഷങ്ങളായി ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയണമെങ്കിൽ നമ്മളിവിടെ കോടതികൾക്ക് മുമ്പ് പോയാൽ മതി, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയാൽ മതി. അത്രമാത്രം ഹീനമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരമായി ആദ്യം സംഘടിക്കേണ്ട സത്യത്തില് സ്ത്രീകൾ തന്നെയാണ്. രാധു പുനലൂർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഫോക്കസ് വർക്കിംഗ് ചെയർമാൻ PV വിജയൻ സ്വാഗതം പറഞ്ഞു. കേരള ഫോക്കസ് സെക്രട്ടറി വിഷ്ണുദേവ്, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ജനാർദ്ദനൻ, റിട്ടയർഡ് അധ്യാപകൻ ശിവദാസൻ പിള്ള, ചന്ദ്രൻ നെല്ലിപ്പള്ളി, പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ നിസാം പത്തനാപുരം, നാടൻപാട്ട് കലാകാരൻ കോട്ടവട്ടം തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ മാർക്കറ്റിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് ഉപരോധം സംഘടിപ്പിച്ചു. സമരം മുൻ MLA പുനലൂർ മധു ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ മാർക്കറ്റ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. മത്സ്യ മാർക്കറ്റിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മലിനജലം അഞ്ചൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെ ഒഴുകിയെത്തുന്നു. മാർക്കറ്റിനുള്ളിൽ പുഴുവും കൊതുകും സ്വൈര്യവിഹാരം നടത്തുകയാണ്. അഞ്ചൽ പഞ്ചായത്തിന്റെ അനങ്ങാപ്പാറ നയങ്ങൾക്കെതിരെ അഞ്ചൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് ഉപരോധ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 20 വർഷങ്ങളിൽ അഞ്ചൽ മാർക്കറ്റിൽ ചിലവഴിച്ച പണത്തിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുക, കാളച്ചന്ത നവീകരിക്കുക, മത്സ്യച്ചന്തയ്ക്കായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്റ്റാളുകൾ കച്ചവടക്കാർക്കായി തുറന്നു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. സമരം മുൻ MLA പുനലൂർ മധു ഉദ്ഘാടനം ചെയ്തു. സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി, ഈ പ്രദേശത്തെ MLA ഇവരൊക്കെ കണ്ണടച്ച് കഴിഞ്ഞ 1 വർഷമായി കാത്തിരിക്കുകയാണ്. എന്ത് തടസ്സമാണ് അതിനുള്ളത്? പണി പൂർത്തിയായി കഴിഞ്ഞാൽ അത് ആരംഭിക്കണ്ടേ? അവരുടെ ഒരു സ്റ്റാൾ അവിടെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കി ഒരു കാര്യവുമില്ല. ഗവൺമെന്റുമായി എഗ്രിമെന്റ് വെക്കാൻ, ഗവൺമെന്റുമായി നടപടി നടത്താൻ ഓരോ കാലഘട്ടത്തിലും നടപടി നടത്തിയിട്ടുള്ള ആളുകളാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ അഞ്ചൽ നടക്കണമെന്ന് പറഞ്ഞാൽ അഞ്ചൽ നടക്കും. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മണ്ഡലം പ്രസിഡന്റ് B സേതുനാഥ് അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് കൈപ്പള്ളി മാധവൻകുട്ടി, വലിയവിള വേണു, അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ, മേബൽ റോയ്, സുബൈദ സക്കീർ ഹുസൈൻ, ഏറം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ നിർമ്മിച്ച ഭിത്തി തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണ് ഭിത്തി തകർന്നതെന്ന് ആക്ഷേപം. മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ റെയിൽവേ അധികൃതർ ഭിത്തി നിർമ്മിച്ചത്. പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞുകിടക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് അശാസ്ത്രീയമായാണ് ഭിത്തി നിർമ്മിച്ചതെന്നാണ് ആക്ഷേപം. എത്രയും വേഗം തകർന്ന ഭാഗം നവീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അഞ്ചൽ ബ്ലോക്ക് ഓഫീസിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം കടപുഴകിയാൽ വൻ അപകടങ്ങൾക്ക് സാധ്യത. അഞ്ചൽ ബ്ലോക്ക് ഓഫീസിന്റെ മതിലിനോട് ചേർന്ന് റോഡിലേക്കാണ് കൂറ്റൻ മരം ചാഞ്ഞു നിൽക്കുന്നത്. ഇതിന്റെ തടി പൂർണ്ണമായും കേടുവന്ന് ദ്രവിച്ച അവസ്ഥയിലാണ്. സമീപത്തെ മതിൽ തകർന്ന നിലയിലുമാണ്. മരം നിലംപൊത്തിയാൽ സമീപത്തുകൂടി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് അപകടം സംഭവിക്കും. വൈദ്യുത ലൈനുകളും ഇതിന് സമീപത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ആൾതാമസമുള്ള നിരവധി വീടുകളുമുണ്ട്. വൻ അപകടം ഒഴിവാക്കുന്നതിനായി എത്രയും വേഗം കേടായ മരം മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. ഉറുകുന്ന ജംഗ്ഷന് സമീപം വനഭൂമി കയ്യേറി വ്യാപാര സമുച്ചയം നിർമ്മിച്ചെന്ന് പരാതി. ഉന്നതരുടെ ഇടപെടൽ മൂലം വനം വകുപ്പ് മൌനം പാലിക്കുന്നു. കയ്യേറ്റത്തെ അനുകൂലിച്ചു കോൺഗ്രസ്. ലോങ് മാർച്ചിനെ സ്വീകരിക്കാൻ പുനലൂർ ഒരുങ്ങി. ഞായറാഴ്ച വൈകിട്ട് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ KSU SFI സംഘർഷം, 4 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.